all. Today in this class we are going to study about emerging areas of business in the service sector. Service sector അഥവാ tertiary സെക്ടറിൽ വരുന്ന പുതിയ കുറച്ച് ബിസിനസ് ഏരിയാസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതിൽ കുറച്ചധികം ഏരിയാസ് വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൂറിസം, IT, ഹെൽത്ത് കെയർ, then MT, BPO, KPO, event management. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടൂറിസം. ടൂറിസം എന്ന് പറയുന്നത് മിക്ക രാജ്യത്തും ഒരു എമേർജിങ് സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്തേക്കുവാണ്. ഈ ടൂറിസം തന്നെ പല ടൈപ്സ് ഉണ്ട്, പല തരത്തിലുണ്ട്. അതുപോലെ ടൂറിസം എന്ന് കേൾക്കാൻ നേരത്തെ കുറേ അധികം കമ്പോണൻസ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈക്ക് അക്കമഡേഷൻ, ഫുഡ്, ബിവറേജസ്, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ്സ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടൂറിസത്തിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി അധികം ബിസിനസ് ഉണ്ട്, കുറേ ഏജൻസീസ് ഉണ്ട്, ട്രാവൽ ഏജൻസീസൊക്കെ. ദെൻ കുറേ അധികം ഫെസിലിറ്റീസ് ഉണ്ട് വിച്ച് ആർ റിക്വയർഡ് ബൈ ടൂറിസ്റ്റ്. അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ അല്ലെങ്കിൽ ഒത്തിരി ഓർഗനൈസേഷൻസ് ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദിസ് ടൂറിസം കംസ് അണ്ടർ സർവീസ് സെക്ടർ. നൗ ലെറ്റ് us see what all are the tourism products in India. ഇന്ത്യയിൽ മെയിനായിട്ടുള്ള ടൂറിസം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ടൂറിസം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 ടൈപ്പാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് അഡ്വെഞ്ചർ ടൂറിസം. അഡ്വെഞ്ചർ ടൂറിസം എന്ന ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു സർട്ടൈൻ എമൗണ്ട് ഓഫ് റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചർ ഉണ്ട്. അങ്ങനത്തെ ടൂറിസം തന്നെയാണ് അഡ്വെഞ്ചർ ടൂറിസം. അതായത് ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് വഴി ഈ ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ കുറച്ചധികം റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരുന്നു. കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ടൈപ്പ് കാര്യങ്ങളായിരിക്കും ഈ ടൂറിസത്തിൽ ചെയ്യുന്നത്. അതിൽ വരുന്ന ഒരു 7 ടൈപ്പുണ്ട്. അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ 7 ടൈപ്സ്. ആദ്യത്തേത് സ്കീയിങ്. സ്കീയിങ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കീയിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ട്രാവലിംഗ് ഓവർ സ്നോ. മഞ്ഞിൽ കൂടെയൊക്കെ കാലിലൊരു ഗ്ലൈഡർ പോലത്തെ സംഭവം, കയ്യിലൊരു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് മഞ്ഞിലൂടെ ഇങ്ങനെ തെന്നി പോകുന്നൊരു റൈഡ് കണ്ടിട്ടില്ലേ? അതാണ് സ്കീയിങ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസ് കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ സ്കീയിങ് മീൻസ് ട്രാവലിംഗ് ഓവർ സ്നോ. ദെൻ രണ്ടാമത്തേത് മൗണ്ടൈനറിങ്. മൗണ്ടൈനറിങ് എന്താണെന്ന് അറിയാമല്ലോ, പർവ്വതാരോഹണം എന്ന് പറയും. എന്തെങ്കിലും മൗണ്ടൻസൊക്കെ കയറുന്നത്, അതും റിസ്ക് ഉള്ളതാണല്ലോ. അപ്പോൾ അത് ഈ അഡ്വെഞ്ചർ ടൂറിസം ആണ്. ദെൻ റിവർ റാഫ്റ്റിംഗ്. റിവർ റാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ കൂടുതലും ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്, ഇൻഡിവിജ്വലി ചെയ്യുന്നതുമുണ്ട്. അത് നല്ല ഒഴുക്കുള്ള റിവറിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്ടർ ബോഡീസിലൂടെ നമ്മൾ വള്ളമല്ല അതുപോലത്തെ ഒരു റാഫ്റ്റർ യൂസ് ചെയ്ത് തുഴഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിലും റിസ്ക് വരുന്നത് ചിലയിടത്തൊക്കെ ഈ കല്ലൊക്കെ ഉള്ളിടത്ത്, അതുപോലെ നല്ല ഒഴുക്കുള്ള റിവറിൽ കൂടെയൊക്കെ നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ടൂറ് പോയിട്ടുണ്ടെങ്കിൽ പലരും വയനാട് ഏരിയയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കൂർഗിലൊക്കെ റിവർ റാഫ്റ്റിംഗ് പോയിട്ടുണ്ടാവും. പിന്നെ കുളു മണാലിയിലൊക്കെ ഫേമസ് റിവർ റാഫ്റ്റിംഗ് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ പലയിടത്തും ഉണ്ട് റിവർ റാഫ്റ്റിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നാലാമത്തേത് ട്രക്കിംഗ്. ട്രക്കിംഗ് എന്ന് വെച്ചാൽ കാൽനടയായിട്ട് ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്, ലോങ് വാക്സ് ഓൺ ഫുട്ട്. അതും ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ കാട്ടിലൂടെയും അല്ലെങ്കിൽ ചില മലയുടെയൊക്കെ ഇടയിലൂടെയും അങ്ങനെ ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ കാൽനടയായിട്ട് നടന്ന് ഒത്തിരി ദൂരം പോകുന്നതാണ് ട്രെക്കിംഗ്. അഞ്ചാമത്തെ കാറ്റഗറി പാരാഗ്ലൈഡിങ് അല്ലെങ്കിൽ ഹാൻഡ് ഗ്ലൈഡിങ്. ഇതെന്ന് വെച്ചാൽ എയർ യൂസ് ചെയ്തിട്ടുള്ള എയറിലൂടെയുള്ള ഒരു ടൂറിസം ആണ്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു ഹൈറ്റിൽ നിന്നും ലൈക്ക് വലിയ മൗണ്ടൻ്റെ അല്ലെങ്കിൽ ഹില്ലിൻ്റെയൊക്കെ കുന്നിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട് താഴോട്ട് ചാടുവാണ്. ഓക്കെ, യൂസിങ് ദിസ് ഗ്ലൈഡിങ് ടൂൾ. കൈകൊണ്ട് പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു ബെൽറ്റ് പോലത്തെ സംഭവം കാണും. ഈ പാരച്യൂട്ടൊക്കെ പോലെ വരുന്നൊരു ടൈപ്പ് സംഭവമാണ്. അങ്ങനത്തെ ഒരു ഗ്ലൈഡർ യൂസ് ചെയ്ത്
എയറിലൂടെയുള്ള ഒരു ടൂറിസം ആണ് പാരാഗ്ലൈഡിങ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൈഡിങ്. പിന്നെ വൈൽഡ് ലൈഫ് എന്ന് വെച്ചാൽ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പ് ടൂറിസമാണ്. വൈൽഡ് ആനിമൽസിനെയും അതുപോലെ തന്നെ നേച്ചറിനെയൊക്കെ കണ്ടുകൊണ്ടുള്ള ടൈപ്പ് ടൂറിസം. ദെൻ വാട്ടർ സ്പോർട്സിൽ വന്നൊരു ടൈപ്പ് പറഞ്ഞാൽ നേരത്തെ വന്ന റിവർ റാഫ്റ്റിംഗ്. ഇവിടെ വാട്ടർ സ്പോർട്സിൽ ബാക്കി വെള്ളം യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്പോർട്സ് ഐറ്റംസും നമ്മൾ ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം വാട്ടർ സ്പോർട്സിൽ വരും. ഇതൊക്കെയാണ് അഡ്വഞ്ചർ ടൂറിസത്തിൽ വരുന്നത്. അപ്പോൾ അഡ്വഞ്ചർ ടൂറിസം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു എമൗണ്ട് ഓഫ് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ടൈപ്പ് ടൂറിസമാണ് അഡ്വഞ്ചർ ടൂറിസം. മെയിനായിട്ട് 7 ടൈപ്സാണ്. ആ 7 ടൈപ്സും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടൂറിസം പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹെൽത്ത് ടൂറിസമാണ്. ഹെൽത്ത് കെയർ സർവീസിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെയാണ് ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, ആയുർവേദ എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ, അത് തന്നെ എസ്പെഷ്യലി കേരളത്തിലോട്ട് പല വിദേശികളും വരുന്നത് ഈ ഒരു ആയുർവേദ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒക്കെ വരാറുണ്ട്. പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ ഉഴിച്ചിലെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ. അപ്പോൾ അതാണ് ഹെൽത്ത് ടൂറിസം. ദെൻ തേർഡ് വൺ എക്കോ ടൂറിസം. എക്കോ ടൂറിസം എന്ന് പറയുന്നത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാവലിംഗ് ആണ്. അതും അൺഡിസ്റ്റർബ്ഡ് നാച്ചുറൽ ഏരിയസിലോട്ടായിരിക്കും കൂടുതലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ടൂറിസമാണ് എക്കോ ടൂറിസം. ദെൻ ഹെറിറ്റേജ് ടൂറിസം എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഹെറിറ്റേജ് ടൂറിസം. ദെൻ സ്പിരിച്വൽ ടൂറിസം എന്ന് വെച്ചാൽ പിൽഗ്രിം പ്ലേസസിലോട്ടുള്ള യാത്ര, അതായത് അമ്പലങ്ങളോ പള്ളിയോ അല്ലെങ്കിൽ മോസ്ക്, അങ്ങനെ സ്പിരിച്വൽ സെൻറ്റേഴ്സിലോട്ട് ഒരു മെഡിറ്റേറ്റീവ് അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റീവ് ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്കൊരു മനസ്സമാധാനവും ഏകാഗ്രതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ഉള്ള പിൽഗ്രിം പ്ലേസസിലോട്ട് യാത്ര ചെയ്യുന്നതാണ് സ്പിരിച്വൽ ടൂറിസം. ദെൻ സ്പോർട്സ് ടൂറിസം. ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തോട്ട് ട്രാവൽ ചെയ്യുന്നതിനെയാണ് സ്പോർട്സ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടൂറിസം പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ. ഏതൊക്കെയായിരുന്നു? അഡ്വഞ്ചർ ടൂറിസം, ഹെൽത്ത് ടൂറിസം, എക്കോ ടൂറിസം, ഹെറിറ്റേജ് ടൂറിസം, സ്പിരിച്വൽ ടൂറിസം ആൻഡ് സ്പോർട്സ് ടൂറിസം. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് സാധാരണ വരാറുള്ളതാണ്, ശ്രദ്ധിക്കുക. അതുപോലെ സ്കീയിങ് എന്താണ്, അല്ലെങ്കിൽ പാരാഗ്ലൈഡിങ് എന്താണെന്നൊക്കെ ചിലപ്പോൾ 1 മാർക്കിന് വരും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഡിഫൈൻ സ്കീയിങ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തെഴുതും? സ്കീയിങ് എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, സ്കീയിങ് ഈസ് എ കൈൻഡ് ഓഫ് അഡ്വഞ്ചർ ടൂറിസം ഇൻ വിച്ച് ദി ട്രാവലിംഗ് ഓവർ സ്നോ ഇസ് ഡൺ. ആ രീതിയിൽ എഴുതുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ സ്കീയിങ് എന്ന് വെച്ചാൽ ട്രാവലിംഗ് ഓവർ സ്നോ ആണെന്നറിയാം, അതുപോലെ ഇതൊരു അഡ്വഞ്ചർ ടൂറിസം ആണെന്നറിയാം, ഒരു ടൂറിസം പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ എന്നറിയാം. അപ്പോൾ ഈ 3 പോയിൻറ്റ്സും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ആ ഒരു 1 മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. രണ്ടാമത്തെ എമേർജിങ് ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി. ടെക്നോളജി പൊതുവേ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ബിസിനസ്സിൽ തന്നെ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിക്ക്. കാരണം മാനുവലി നമ്മൾ ഫയൽസൊക്കെ സേവ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ്. കൂടുതൽ കമ്പനീസും എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഡേറ്റാബേസിലോ ഒക്കെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. In business, the technology helps in the automation of the business operation, which increases the speed and quality of services to customers. ഈ IT കൊണ്ട് ബിസിനസ്സിനുള്ള ഗുണമെന്ന് പറയുന്നത്
കസ്റ്റമേഴ്സിന് നല്ല സ്പീഡായിട്ടുള്ള സർവീസ് അതുപോലെ ക്വാളിറ്റി സർവീസ് കിട്ടാൻ സഹായിക്കുന്നു. ബിസിനസ്സിൽ വരുന്ന ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഏതൊക്കെയാണെന്ന് നോക്കാം. 4 എണ്ണമാണുള്ളത്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് IT ഇൻ ബിസിനസ്. ഒന്നാമത്തേത് ഇ-കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് വെച്ചാൽ കുറേ അധികം ഓൺലൈൻ ബിസിനസ് ആക്ടിവിറ്റീസ്, പ്രോഡക്ട്സിനോ സർവീസസിനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ബയ്യറും സെല്ലറും ഇലക്ട്രോണിക്കലി ആയിരിക്കും മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുക. അതല്ലാതെ നേരിട്ടൊരു മീറ്റിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. സോ വി ക്യാൻ ഡിഫൈൻ ഇ-കൊമേഴ്സ് ആസ് എ കൈൻഡ് ഓഫ് ബിസിനസ് പ്രോസസ് which involves selling the products over ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി നമ്മൾ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു എക്സാമ്പിൾ മനസ്സിൽ വരുമല്ലോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലേ. നിങ്ങളവിടെ നേരിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇത് വിൽക്കുന്ന ആളെ? അല്ലെങ്കിൽ ആ കടയിൽ നേരിട്ട് പോകുന്നുണ്ടോ? ഇല്ല. പകരം ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതും വിൽക്കുന്നതും. പിന്നെ നിങ്ങളുടെ അടുത്ത് ആകെ വരുന്നത് ആരാ? ഡെലിവറി ബോയ് മാത്രമായിരിക്കും വരുന്നത്. ദെൻ രണ്ടാമത്തത് എം-കൊമേഴ്സ്. എം-കൊമേഴ്സ് എന്ന് വെച്ചാൽ മൊബൈൽ കൊമേഴ്സ്. ഈ പറഞ്ഞ ഇ-കൊമേഴ്സിൻ്റെ തന്നെ ഒരു ടൈപ്പാണ് എം-കൊമേഴ്സ് എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, PC അതുപോലെയുള്ള വയർലെസ് ഡിവൈസസ് യൂസ് ചെയ്ത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊബൈൽ കൊമേഴ്സ്. ദെൻ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. അതെന്ന് വെച്ചാൽ പേപ്പർലെസ് മോണിറ്ററി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നേരിട്ട് ക്യാഷായിട്ട് കൊടുക്കാതെ നമ്മൾ ഓൺലൈനായിട്ട് ഇലക്ട്രോണിക്കലി പേ ചെയ്യത്തില്ലേ, അത് തന്നെ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് പേയിങ് ഫോർ ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ഇലക്ട്രോണിക്കലി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ക്യാഷ് ഓർ ചെക്ക്. ക്യാഷോ ചെക്കോ ഒന്നും യൂസ് ചെയ്യാതെ ഇലക്ട്രോണിക്കലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ, ഇപ്പോൾ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്താൽ, അതല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്തൊക്കെ ചെയ്താൽ അതൊക്കെയാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം. ദെൻ കംസ് നെറ്റ് ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ്. It allows the customer of a bank to do different types of financial transactions through the secured website of the bank. ബാങ്കിൻ്റെ സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് വഴി ഒരു കസ്റ്റമർക്ക് ഏതൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഓൺലൈൻ ബാങ്കിങ്, ബാങ്കിങ് എന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, ഈ 4 എണ്ണമാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് IT ഇൻ ബിസിനസ്. ബിസിനസ്സുമായിട്ട് ഏറ്റവും അധികം റിലേറ്റ് ചെയ്ത ഫങ്ഷണൽ ഏരിയാസാണ് ഈ 4 എണ്ണം. ദെൻ കംസ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലെ ഒരു എമേർജിങ് ഏരിയ ആണ്. ഓക്കെ, ഹെൽത്ത് കെയർ എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ സർവീസ് സെക്ടർ ഓഫ് ദ എക്കണോമി. ആൻഡ് പണ്ടൊക്കെ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ശാരീരിക ആരോഗ്യവുമായിട്ട്, ഫിസിക്കലായിട്ടുള്ള ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. ക്യൂറിങ് ഓഫ് ഇൽനെസ് മാത്രമല്ല, അതായത് അസുഖം ഭേദമാക്കൽ മാത്രമല്ല, പകരം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു റെജുവിനേഷൻ അല്ലെങ്കിൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹെൽത്ത് കെയറിൽ വരും. മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിൽ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ ഹെൽത്തുമായിട്ട്, ബോത്ത് മെൻ്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ഫിസിക്കൽ ഹെൽത്ത് രണ്ടുമായും റിലേറ്റ് ചെയ്ത എല്ലാ സർവീസസും ഹെൽത്ത് കെയറിൽ വരും. ദെൻ കംസ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഓർ MT. MT എന്ന് അധികം കേട്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾക്കത് എന്താണെന്ന് അറിയാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് converting voice recorded reports of doctors, physicians and other healthcare professionals into text reports. നിങ്ങൾ ആരെങ്കിലും സ്കാൻ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കാൻ ചെയ്യുന്ന ഡോക്ടർ നിങ്ങളുടെ ബോഡിയിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ലൈക്ക് ഇന്ന പാർട്ടിൽ ഇന്നൊരു ഇതുണ്ട്, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ കറക്റ്റാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ ഡീറ്റെയിലിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നെങ്കിൽ അവിടെ
മാനുവലി റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡോക്ടർ പറയുന്നത് കേട്ട് അവിടെ ഓരോ വ്യക്തി ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും സിസ്റ്റത്തിലോട്ട്, അല്ലേ? അല്ലാതെ ഈ ഡോക്ടർ തന്നെ എഴുതുവാണോ? ഇതിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഡോക്ടർ തന്നെ എഴുതുകയല്ല ചെയ്യുന്നത്. പകരം വേറൊരു പേഴ്സൻ്റെ, ഒരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുകയാണ്. ഇതിനെയാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് റെക്കോർഡഡ് റിപ്പോർട്ട്സിനെ ടെക്സ്റ്റ് റിപ്പോർട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റഡ് റിപ്പോർട്ട്സ് ആക്കി മാറ്റുന്നതാണ് MT. ഈ MT ചെയ്യാൻ ഒരു ട്രെയിൻഡ് പേഴ്സണലിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ആ ടൈപ്പിംഗ് നോളജ് വേണം, ടൈപ്പിംഗ് സ്പീഡ് വേണം, അതുപോലെ നല്ല രീതിയിലുള്ള ലിസണിങ് സ്കില്ല് വേണം. ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന റിപ്പോർട്ടും തെറ്റായിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിപ്പോർട്ടാണ്. ദെൻ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, ഡോക്ടർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും മെഡിക്കൽ ടെർമിനോളജീസും അറിഞ്ഞിരിക്കണം. കാര്യം മെഡിക്കൽ ടേംസ് അറിയത്തില്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ സ്കിൽസൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ MT എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വോയിസ് റെക്കോർഡഡ് റിപ്പോർട്ട്സിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള വോയിസിനെ ടെക്സ്റ്റ് റിപ്പോർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് MT അഥവാ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. 5ാമത്തെ എമേർജിങ് ഏരിയ ആണ് BPO അഥവാ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇത് കൂടാതെ അടുത്തത് KPO വരുന്നുണ്ട്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ആൻഡ് ഫൈനലി ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഇത് 3 കൂടിയാണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഷോർട്ട് നോട്ട്സ് എഴുതുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.